TMC ഇപ്പോൾ എല്ലാ MLA-മാരും രാജിവെക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ കാഗോലി കാഗോലി ഘോഷ് ദസ്തിദാർ രാജിവെച്ചു. അവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല, അവർ എല്ലാ പദവികളും ഒഴിഞ്ഞു. പിന്നെ മമതാ ബാനർജി ഫോൺ ചെയ്തിട്ട് കൂടി അവരെടുത്തിട്ടില്ല. ഷീ റിമൈൻസ് ഇൻകമ്മ്യൂണിക്കേഡോ. അപ്പോൾ അതും ഒരു പ്രശ്നമുണ്ട്. പിന്നെ മമത തന്നെ പറഞ്ഞിട്ടുണ്ട് പാർട്ടി MLA-മാരോടൊക്കെ, നിങ്ങളൊക്കെ BJP-യിൽ പോയി ചേർന്നോളാനായിട്ട്. കാരണം അതായത് ഇനി കുറച്ച് നാളത്തേക്ക് ഇവിടെ BJP-യുടെ ആക്രമണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ ഒരു മാർഗ്ഗമുള്ളൂ, നിങ്ങൾ BJP-യുടെ കൂടെ ചേർന്ന് TMC-ന്ന് രാജിവെച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് TMC MLA-മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട് പത്രക്കാരോട്. അതെല്ലാം അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇനി സുരക്ഷിതമല്ല ഇപ്പോൾ TMC-യിൽ നിൽക്കണേ. അപ്പോൾ ഇവരുടെ വിചാരം ഇവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്താണോ നടത്തിയത് അതേപോലെ BJP-ക്കാർ നടത്തും എന്നുള്ളതാണ് അവരുടെ ഭയം. കാരണം അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു ഒരു കാലത്ത് സുവേന്ദു അധികാരി. അപ്പോൾ ഈ കളി ആയമനെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സുവേന്ദുവിന് അറിയാം നന്നായിട്ട്. അപ്പോൾ ആ ഭയം കൊണ്ടാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തൽക്കാലം ഒന്ന് ഒതുങ്ങി നിൽക്കുക, വേണമെങ്കിൽ BJP പോയി ചേർന്നോളൂ, അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വന്നേച്ചാൽ മതി ഇവിടേക്കെന്നാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. പിന്നെ ഇവരുടെ പേരിൽ ഇഷ്ടംപോലെ അഴിമതി ആരോപണങ്ങളുണ്ടല്ലോ. ഇപ്പം ഇതൊക്കെ അത് റിവൈവ് ചെയ്യും, അതൊക്കെ അയ്യോ. അപ്പോൾ റിവൈവ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഈ ഇതും മറ്റും പിള്ളേര് കളിയാണ്. അതാ നമ്മുടെ എന്താ ഇവിടുത്തെ കരിമണൽ കർത്താവിൻ്റെ അടുത്ത് കാശ് മേടിച്ചേക്കണൊക്കെ ഒന്നുമില്ല, അതൊക്കെ പോക്കറ്റ് മണിയാണ് മേടിച്ചിരിക്കണം. 1 കോടി രൂപ 2 കോടി രൂപ. അവിടെ അവർ ഞാൻ കേട്ടത് 70,000 കോടി രൂപയുടെ ബ്ലാക്ക് മണി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടെ. അപ്പോൾ എന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ വ്യാപ്തി എന്തോരം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം.